Hi students, welcome to Max Cafe Kerala University. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസിക്സ് ഗ്രാഫ് തിയറിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡെഫിനിഷൻ എല്ലാം പഠിക്കണം. ഡെഫിനിഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കാതെ പോകരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 20-25 മാർക്കോളം 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ സെക്ഷനിൽ ഡെഫിനിഷൻ ചോദിക്കും. അതും എക്സാമ്പിൾസും ചോദിക്കും. അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. പിന്നെ നമുക്ക് ഗ്രാഫ് തിയറിയുടെ നോട്ടുണ്ട്. അത് 125 റുപ്പീസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് പ്രൂഫ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫും ഡെഫിനിഷനും എല്ലാം പഠിച്ച് വെച്ചേക്കാം. 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ദ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി 2 മാർക്കിന് എന്തായാലും ചോദിക്കും. രണ്ടാമത് ഇത് പഠിച്ച് വെക്കുക. ഇൻ ആൻ ഗ്രാഫ് ജി ദർ ഈസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഓഡ് വെർട്ടിസസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇനിയെല്ലാം വായിക്കുന്നില്ല, ഒന്ന് പ്രസൻറ്റ് ചെയ്ത് പോവുകയാണ്. ഈ സബ് ഗ്രാഫ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത് ഡെഫിനിഷനാണ്. ഇത് കണക്കത് എല്ലാ ഡെഫിനിഷനും നോക്കണം. ഇത് കണക്കത് കുറേ ഡെഫിനിഷൻ ഉണ്ട്. ഹോമോമോർഫിസം, അത് കണക്ക് ഐസോമോർഫിസം, അങ്ങനെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. ഹോമോമോർഫിസം ഇല്ല, ഐസോമോർഫിസം ആണ്. അതുകൊണ്ട് അത് കണക്ക് കുറേ ഡെഫിനിഷൻ ഉണ്ട്. അതൊക്കെ നോക്കണം. ഇത് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കും. തിയറം 1.3 ഒന്ന് നോക്കണം. എസ്എ ക്വസ്റ്റ്യൻ ആണ്. തിയറം 1.3യുടെ ഫുള്ളാണ്. ഞാൻ ഒന്നുകൂടി എടുത്തേക്കുകയാണ്. തിയറം 1.4 ഒന്ന് നോക്കണം. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. തിയറം 1.5ഉം എസ്എ ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. തിയറം 2.1 ഒന്ന് നോക്കുക. തിയറം 2.4 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തിയറം 2.5, തിയറം 2.7, തിയറം 2.8, തിയറം 2.11 ബാലൻസ് ആണ്. 2.12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറം. 2.20 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നോക്കാതെ പോകരുത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇത് നോക്കി വെച്ചേക്കുക. ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ നോക്കി വെച്ചേക്കുക. 3.2 നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് 4 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടാം. പഠിച്ചുകൊണ്ട് പോവുക. ഇതും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതും നോക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒന്ന് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. 5.6 കളയാതെ പഠിക്കുക. 5.7 ഒന്ന് നോക്കുക. 5.8 ഒന്ന് നോക്കുക. ഇതെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഡെഫിനിഷൻ, എക്സാമ്പിൾ, ഇത് ഞാൻ അല്ലാതെ ഒന്ന് എഴുതിയിരിക്കുക. ഇതുവരെ ഒന്നും പഠിക്കാത്തവർ ഇതെങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. പിന്നെ നോട്ട് വേണ്ടവർക്ക് മേടിക്കാം. 125 ആണ് പ്രൈസ്.